CPM സംസ്ഥാന കമ്മിറ്റി ചേരുകയാണിപ്പോൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീ വിവാദവും ഉയർത്തി നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനമാണ് നേതാക്കൾ ഉയർത്തുന്നത്. സംഘടനാപരമായ വീഴ്ചയും തോൽവിക്ക് കാരണമായെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ രാവിലെ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ CPയുടെ നേതൃയോഗങ്ങൾക്കും തുടക്കമായിരിക്കുന്നു. ജില്ലാ കമ്മിറ്റികളിലെ റിപ്പോർട്ട് ചർച്ച ചെയ്യും. റഹീസ് വിവരങ്ങളുമായി. റഹീസ്, ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും സമാനമായ പ്രതികരണങ്ങൾ അംഗങ്ങളിൽ നിന്ന് വരികയാണോ? എന്തൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ LDFിലെ രണ്ട് പ്രധാനപ്പെട്ട കക്ഷികളുടെ യോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സമിതി യോഗം ഇന്നലെ ആരംഭിച്ചതാണ്. മിനിഞ്ഞാന്ന് സെക്രട്ടേറിയറ്റും ഉണ്ടായിരുന്നു. ഇന്നലെ നടന്ന യോഗത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തിരിച്ചടിയാകാൻ കാരണമായി എന്ന വിലയിരുത്തലാണ് സംസ്ഥാന സമിതി എത്തിയത്. ഇന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചർച്ചകൾക്ക് മറുപടി നൽകും. ആ മറുപടി നൽകുന്നതിന് വേണ്ടി രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്ത് മറുപടി ഇന്നത്തെ ചർച്ചയ്ക്ക് അവസാനം നൽകണം എന്ന കാര്യം തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സമിതി ചേരുകയാണ്. മറ്റൊന്ന്, CPIയുടെ നേതൃയോഗങ്ങൾ ഇന്ന് ആരംഭിച്ചു. ഇന്നും നാളെയുമാണ് യോഗങ്ങളുള്ളത്. ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റും ഉച്ചകഴിഞ്ഞ് എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന കൗൺസിലും ചേരും. 14 ജില്ലകളിലെയും വിശകലനത്തിന് ശേഷമാണ് CPIയും യോഗത്തിലേക്ക് കടക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം വലിയ തോൽവിക്ക് കാരണമായി എന്ന വിലയിരുത്തലാണ് ജില്ലാ കമ്മിറ്റികളിൽ ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന അഭിപ്രായം ചില ജില്ലാ കമ്മിറ്റികളിലും ഉണ്ടായിരുന്നു. അത്തരമൊരു നിഗമനത്തിലേക്ക് CPയുടെ സംസ്ഥാന നേതൃത്വം എത്തുമോ എന്നതുകൂടി അറിയണം. രണ്ട് യോഗങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്മൃതി. ശരി, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്.